അവള് പാർവതിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവള് എപ്പോഴും നമ്മൾ പറയാ അച്ഛൻ്റെ മോളാണ് എന്ന് പറയാം. എപ്പോഴും എൻ്റെ പിന്നാലെയാണ്, ഞാൻ പറയുന്ന പോലെയാണ്, എല്ലാ കാര്യവും എന്നോട് ചോദിച്ചിട്ടേ ചെയ്യൂ. ഈവൻ മാരേജ് വരെ അങ്ങനെയാണ്. അത് ഞാൻ സജസ്റ്റ് ചെയ്തതേ അവള് സ്വീകരിച്ചിട്ടുള്ളൂ. അതേപോലെ തന്നെ ഈ ഡാൻസിങ്ങും അതേപോലെ ഡാൻസിങ്ങിനേക്കാളും ഒക്കെ ആക്ടിങ് ഒരു നൈസർഗികമായ കഴിവുണ്ട്. ഈ കൊറോണ കാലത്ത് ഡാൻസിങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ വൈഫും അതിൽ അട്രാക്റ്റ് ആയിട്ട് അവള് ഈ പണ്ട് രണ്ടുപേരും ഭരതനാട്യം പഠിച്ചവരാണ്. അപ്പോൾ വൈഫിനെ വീണ്ടും ട്രെയിൻ ചെയ്തെടുത്ത മകളാണ്. പിന്നെ ഞങ്ങളെയും പിന്നെ അങ്ങനെ 2-3 കപ്പിൾ ഡാൻസ് ഞങ്ങളെ ആനിവേഴ്സറിക്ക് അവളാ കൊറിയോഗ്രാഫി ചെയ്തത്. അത് യൂട്യൂബിലൊക്കെ കുറേ വൈറലായതാണ് ഈ കപ്പിൾ ഡാൻസ്. അപ്പോൾ അത് എല്ലാത്തിലും ഒരു ഡയറക്ഷൻ തരാനുള്ള ഈ ഒരു നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് അവൾ പിന്നെ അങ്ങ് ശോഭിച്ച്. പിന്നെ ടീച്ചിങ്ങിൽ കഴിഞ്ഞ വർഷം ഞാനാണത് ഗൈഡ് ചെയ്തത്. കഴിഞ്ഞ വർഷം എൻ്റെ കൂടെ എൻ്റെ അതേ സ്ഥാപനത്തിൽ സ്കൂളിൽ വർക്ക് ചെയ്തു. അങ്ങനെ എല്ലാത്തിലും എൻ്റെ ഒരു ഫോളോവറായിട്ട് പാർവതി ഉണ്ട്. Grand entry of our gorgeous bride Parvati. Yes, are you guys ready? मेरी बाहें जिंद काट ले आए हाय ओ मेरे यार नु बंदा ना बोली मेरी बाहें जिंद काट ले ओ गुड़ नाल इश्क मिठा ओ गुड़ नाल इश्क मिठा आए हाय ओ रब्बा लग ना किसे नु जावे गुड़ नाल इश्क मिठा. ഉണ്ണി എന്ന് പറയുന്നത് എൻ്റെ അനിയത്തി തന്നെയാണ്. പിന്നെ ഞങ്ങൾ പണ്ട് തൊട്ടേ ഒരുമിച്ച് ഒരേ വീട്ടിൽ കളിച്ച് വളർന്ന് ഒരുമിച്ച് തന്നെയാണ്, എപ്പോഴും ഒരുമിച്ച് തന്നെയായിരുന്നു. പക്ഷെ എന്താ പറയാ, അവൾക്ക് വേണം എന്നുള്ളത് എനിക്കും വേണം എന്നായിരുന്നു എനിക്ക്. പക്ഷെ എന്നെക്കാളും മുന്നേ അവള് കല്യാണം കഴിച്ചു. അതുകൊണ്ട് എനിക്ക് കുറച്ച് വിഷമമുണ്ട്. അത് പക്ഷെ ഭയങ്കര സ്നേഹമാണ്. എന്നാൽ അത് ഒരു 1-2 ദിവസം കൊണ്ട് അത് പിന്നെ റെഡി ആവുകയും ചെയ്യും. എന്നാലും ഞങ്ങള് പണ്ടോട്ടേ ഒരുമിച്ച് അങ്ങനെ വളർന്ന് പിന്നെ ഇപ്പോ കല്യാണം. എന്തായാലും നല്ലൊരു ഹാപ്പി മാരീഡ് ലൈഫ് വിഷ് ചെയ്യുന്നു. എന്തായാലും ഹാപ്പിയാണ് എല്ലാരും. എനിക്ക് അവള് വേറൊരു കല്യാണം കഴിച്ച് പോകുന്നതിൽ എനിക്ക് കുറച്ച് വിഷമമുണ്ട്. പക്ഷെ എന്നാലും ഐ എം ഹാപ്പി ഫോർ ഹർ. इस बागबान दिल दी है क्या रे लगदी मैनू जा तो प्यारी आवे लगदी मैनू जा तो प्यारी आवे പാർവതി എൻ്റെ മകളുടെ വിവാഹ സുദിനാണ്. ഏതൊരമ്മയെപ്പോലെ ഞാനൊന്ന് വളരെയധികം എക്സൈറ്റഡ് ആണ്. അപ്പോൾ അവൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ആളെ തന്നെ കിട്ടിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അവളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യവും സന്തോഷമൊക്കെ ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഫാമിലി ഞാൻ ആക്ച്വലി ഇങ്ങോട്ട് വന്നിട്ട് ഒരു 2-3 വീക്സ് ആയി. ഇവിടെ സ്കൂളിൽ ജോയിൻ ചെയ്തു. അപ്പോൾ തൊട്ട് ഞാൻ ഫാമിലീനെ മിസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഹോം സിക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ ഫൗണ്ട് ഹോം ഇൻ എ പേഴ്സൺ. ഹോം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വീട് എന്നതിലുപരി നമുക്കൊരു പേഴ്സൺ, നമുക്ക് വീട് പോലെ നമുക്ക് നമ്മളായി ഇരിക്കുന്ന ഒരു പേഴ്സണെ കണ്ടെത്തുക. ദാറ്റ്സ് അബൌട്ട് ബീയിങ് ഇൻ എ ഹോം. പക്ഷെ അതിൽ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്. പിന്നെ വീട് മിസ് ചെയ്യും, എല്ലാവരെയും മിസ് ചെയ്യും. ഞങ്ങൾ ചെറുപ്പം മുതലേ ഭയങ്കര ഫ്രണ്ട്സ് പോലെയാ. കസിൻസിനെക്കാട്ടും കൂടുതൽ ഫ്രണ്ട്സ് പോലെയാ. എല്ലാ മണ്ടത്തരവും പൊട്ടത്തരവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അവളാണെങ്കിലും വീട്ടിൽ വന്ന് നിൽക്കും. പിന്നെ എപ്പോഴും ട്രിപ്പ് പോകുന്ന ഞങ്ങൾ അധികം ന്യൂ ഇയറും
ഒരു 31st ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോകും, ഒരു 2-3 days ഫാമിലി ആയിട്ട് ഫുൾ ഫൺ ആയിട്ട് ഉണ്ടാവുക. അപ്പം ലൈക്ക് ഇനി അതൊക്കെ മിസ് ചെയ്യും. ഇനിയിപ്പം ഓണം, വിഷു, ഈ വലിയ വിഷു വലിയ ഓണമൊക്കെ എപ്പോഴും തറവാട്ടിൽ എല്ലാവരും ഉണ്ടാവും. ഇനിയിപ്പം ഷീ ഹാസ് 1 more ഫാമിലി. അപ്പോൾ ഇനിയിപ്പോൾ വലിയ വിഷു വലിയ ഓണത്തിനൊന്നും ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പം ലൈക്ക് അതൊക്കെ മിസ് ചെയ്യും. ഐ മീൻ ഇറ്റ്സ് എ ഗുഡ് ചേഞ്ച്. പക്ഷെ എന്നാലും നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് അതൊക്കെ miss ചെയ്യും. സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. ఆకాశం అందిందా, నేలంతా నవ్విందా, ఉన్నట్టుండేదో మారిందా, ఎంతెంత చూస్తున్నా ఇంకాస్త లోతుందా, కన్నుల్లో నింపే వీలుందా, నీతోనే సాగే నక్షత్రాల దారే నచ్చిందే, ఎంతెంతో కోరే రేపే నేడు నీలా వచ్చిందే, మాంగళ్యం కట్టే సమయం 7 అడుగులతోనే పయనం, ఈ నిమిషం కోసం మనసే నాది వేచే ఉన్నదే. గంధర్వం సఖీ మందపవనం